പറ്റിയെന്ന് ചോദിച്ചാൽ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കാര്യമുണ്ട്. നല്ല പയ്യനായിരുന്നു, നല്ല മര്യാദ. അവനിങ്ങനെ ഇങ്ങനെ ആയെന്ന് ആരൊക്കെ പറഞ്ഞ് മരിച്ചെന്ന് പറഞ്ഞപ്പോൾ നമുക്കൊരു ഇത് നല്ലൊരു കൊച്ചല്ലേ ഇങ്ങനെ മരിച്ചു പോയോ എന്നുള്ളൊരു പേര്. അപ്പം പറയുന്നത് വേറെ കുഴപ്പമില്ലെന്നല്ലേ പറയും. 5 പേരെയൊക്കെ കൊല ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടപ്പോൾ എന്ത് തോന്നിയായിരുന്നു? നമുക്ക് വിശ്വസിച്ചില്ല. അപ്പം നേരിട്ട് ചെന്ന് ഹാജരായോണ്ടാണ് നമ്മൾ വിശ്വസിച്ചത് അവനാണ്. ഇല്ല അവരെവിടെയും കുളിച്ചു പോയെങ്കിൽ എൻ്റെ അനിയനെയൊക്കെ നല്ല സ്നേഹിച്ചതാണ്. അല്ല, ഈ ആത്മഹത്യാശ്രമം നടത്തിയത് കേട്ടപ്പോൾ എന്താ തോന്നി കഴിഞ്ഞ ദിവസം? ഇതിൻ്റെ ഇതുകൊണ്ടായിരിക്കും. അല്ല കൂടെ പുറത്ത് നഷ്ടപ്പെട്ടില്ലേ, അതുകൊണ്ട് അവ അറിയാതെ കുറ്റബോധം കൊണ്ടാണോ ആയിരിക്കും. ഇപ്പോഴാണ് പശ്ചാത്താപം വന്നതായിരിക്കും. പക്ഷേ അച്ഛൻ വന്നു, അച്ഛൻ പോയി തിരിഞ്ഞു നോക്കിയില്ല, ഉമ്മ തിരിഞ്ഞു നോക്കിയില്ല, അതൊക്കെ ആയിരിക്കും അവൻ്റെ വിഷമം ഉണ്ടാവും. തിരിഞ്ഞു നോക്കാത്ത എത്ര നല്ലൊരു ഇളയ മോന, ഉമ്മ, അച്ഛൻ്റെ കൂടെ പുറപ്പ്, അച്ഛൻ്റെ ചേട്ടത്തി, നല്ലൊരു പാവം പിടിച്ചൊരു പെണ്ണ്, ഒരു പെൺകൊച്ചുണ്ട്. എല്ലാത്തിനെയും കൊന്നേച്ച് പിന്നെ നല്ലൊരു പയ്യനാണ്, നമുക്ക് അത്രയും പറയാം. അപ്പം നല്ല ആളാണ്. കടയിലൊക്കെ പറയുന്നത് ഒറ്റെണ്ണത്തിൻ്റെ ജീവൻ കളഞ്ഞു. പാവം പിടിച്ച പെണ്ണില്ലേ, പാവം പിടിച്ച പെണ്ണിനെ കൂടെ ജീവൻ അതാണ് പറയാനുള്ളതാണ്. അതിനെന്തിനാണത് പാവം അവൻ ജയിലിൽ കിടക്കണം. അല്ല, അവൻ ആത്മഹത്യ ശ്രമിച്ചെന്ന് പറഞ്ഞില്ലായിരുന്നു കഴിഞ്ഞ ദിവസം? വാർത്തയിൽ കണ്ട് പറഞ്ഞു. വേറെയാവ് നമ്മൾ കൂലിപ്പണിക്കാരാണ്, നമ്മൾ നേരം വിളിക്കാൻ പോകും. ഇതറിഞ്ഞപ്പോൾ എന്നാ തോന്നിയത് ഇങ്ങനെ ആത്മഹത്യാ ശ്രമം നടത്തിയെന്ന് കണ്ടപ്പോഴത്തേക്കും? ആവാനുള്ള ഇന്നല്ല ചത്താലും അവൻ്റെ തീരും. മറ്റേ കണ്ടും പോഴും എത്ര വയസ്സിൽ താമസിക്കാനുള്ള കൊച്ചുങ്ങളാണെന്നറിയാം ആ പെൺകൊച്ചും അവൻ്റെ കൂടെ പുറപ്പ്. ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ബാക്കി ഈ കൊച്ചുങ്ങൾ എത്ര കാലം ജീവിക്കാനുള്ളതാണ്? ഈ പെൺകൊച്ചും അവൻ്റെ കൂടെ ഉള്ളതല്ലേ. അറിയാമല്ലേ? അറിയാം. പയ്യൻ എങ്ങനെ ഉണ്ടായിരുന്നു? കുട്ടിക്കാലം തൊട്ട് നല്ല സ്വഭാവവും നല്ല ഇടപെടലും നല്ല കാണാനൊക്കെ പരിചയമുള്ളവരെ നല്ല ഒരു പുഞ്ചിരിച്ച് പോകും. പിന്നെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് അറിയില്ല. പഠനവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ പോയപ്പോൾ നമ്മളിപ്പോൾ ശ്രദ്ധിക്കാറില്ല. പിന്നെ ഈ അടുത്ത വീട്ടിലൊക്കെയാണ് വന്ന് പാല് വാങ്ങാൻ വരുന്നത്. അപ്പോഴൊക്കെ കാണുമ്പോൾ ഒരു പുഞ്ചിരി ഇരിക്കും. പിന്നെ ഒരു ബുള്ളറ്റുണ്ട്, അനിയനെയും കൂട്ടി ഇങ്ങനെ പാല് വാങ്ങാനും കടകളിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ അറിയില്ല. മാതാവിനെയൊക്കെ അടിച്ചിട്ടിച്ച് പോയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു ഭയപ്പാടായിരുന്നു. പിന്നെയാണ് അറിയുന്നത് 5-6 പേരെ കൊന്നെന്ന്. ഉമ്മയെ കണ്ടിരുന്നു, ഉപ്പയെ ഞാൻ അടുത്ത സമയത്ത് കണ്ടിരുന്നു. ഉമ്മ ഞാൻ നമ്മൾ സംസാരിക്കാനുള്ള ഇതില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ ഈ അടുത്ത സമയത്ത് വെച്ച് ഇവിടെ ഇവിടെ ആശ്രയത്തിൽ പോയി. ഇപ്പോൾ എന്ത് പറയാൻ, നമ്മൾ കാണുമ്പോൾ എന്ത് പറയാൻ, ഈ സാഹചര്യത്തിൽ ഒന്നും പറയാൻ നമുക്കൊണ്ട് പറ്റില്ല. അവരിൽ നിന്നൊന്നും കണ്ടു ചിരിച്ചു ഒന്നും പറഞ്ഞു. പെട്ടെന്നുള്ള ഇതങ്ങനെ മണിക്കൂറുകളോളം അടുത്തല്ലേ ചെയ്തത്. 5 പേരെ കൊന്നു. അതാണ് അത്ഭുതത്തോട് തോന്നുന്നത്. എന്താണ് ഇതിനകത്ത് പിന്നിലുള്ളതെന്ന്. പിന്നെ ഇത് നമ്മൾ കാണാൻ തുടങ്ങി ഒരു കൊച്ചു പയ്യനായിട്ട് നമ്മൾ കാണും, നല്ല സന്തോഷത്തോടെ പോയ പയ്യൻ പെട്ടെന്ന് ഈ പ്രവണത്തിന് തിരിയും കാരണം എന്താണെന്ന് നമുക്കൊരു പിടിയില്ല. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു രഹസ്യം ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ പിന്നെന്താ, കടം തിരിയും വരച്ച് വെച്ചു എന്നൊക്കെയല്ലേ കേൾക്കുന്നത്. അല്ല, കടത്തിന്റെ പേരിൽ ഇത്രയും പേരെ കൊല്ലണമെന്നുണ്ടോ? അതാണ് ഞങ്ങൾക്ക് സംശയം. എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആണോ? ഇപ്പൊ കോമാവസ്ഥയിലാന്ന് പറയുന്നു, പ്രത്യേകിച്ച് ബോധമില്ലാന്ന് പറയുന്നു. പേര് വിളിച്ചാൽ മാത്രമേ ജസ്റ്റ് ഒന്ന് കണ്ണു തുറക്കുകയുള്ളെന്ന് പറയുന്നു. അപ്പം അവിടുന്ന് ജയിലിൽ വെച്ച് ചെറിയൊരു മുണ്ട് വിരിച്ചിട്ടിരിക്കുന്ന മുണ്ടെടുത്താണ് ആത്മഹത്യക്ക് ശ്രമിച്ചെന്ന് പറയുന്നു. അപ്പം മെഡിക്കൽ സെന്ററിലാന്ന് പറയുന്നു. ഇവരൊന്നും അറിഞ്ഞില്ലായിരുന്നു? അറിയുന്നുണ്ട്, കാര്യങ്ങൾ അറിയുന്നുണ്ട്. സീരിയസ് ആണെന്ന് പറയുന്നു. പിന്നെ ചെറിയ ഒരു ബോധം വീണെന്ന് പറയുന്നു. ഇതൊക്കെ ഇതിലെന്തെങ്കിലും ദുരൂഹത ഉണ്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? ഇങ്ങനെ ജയിലിൽ വെച്ച് ഇങ്ങനെ സംഭവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടോ? രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ഈ ജയിലിൽ വെച്ച് ഇങ്ങനെ പുറത്ത് കയ്യിൽ കിടക്കുന്ന എടുത്തുകൊണ്ട് വന്ന് ഇത്തിരിയും വലിയ സേഫ്റ്റിയിലുള്ള ഒരു ജയിലിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നു. ഇത്തിരിയും വലിയൊരു കേസ് നടക്കുന്ന ഒരു വ്യക്തി അങ്ങനെ പെട്ടെന്ന് പോയി കയ്യിലെടുത്തുകൊണ്ട് വന്ന് തൂങ്ങിയെന്ന് പറയുമ്പോൾ ജനങ്ങൾ രണ്ടഭിപ്രായം പറയുന്നുണ്ട്. ജനങ്ങൾ പറയുന്നു ജയിൽ വാർഡന്മാരല്ല വാക്കല്ലാതെ ആ ബിരിയാണി ചോദിച്ചപ്പോഴല്ല അടിക്കുകയോ വാക്കല്ലാത്ത സ്ഥലത്ത് അടിക്കുകയോ എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ
അങ്ങനെ കാര്യത്തിലുള്ള അടിയായിരിക്കും ബ്ലഡ് കോട്ടായെന്നും പറയുന്നു. എന്തോ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അവിടെയും പ്രകോപിതനായി എന്നാ പറയുന്നത് അല്ലേ? അതാണ് ഇവിടെ ജനങ്ങൾ. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പച്ചവെള്ളം കുടിച്ച് ശീലിച്ചില്ല. അവൻ പെപ്സി സെവനപ്പാണ് എനിക്ക് തോന്നുന്നു ഈ കേട്ട കേൾവിയിൽ. കാരണം വെച്ചാൽ ഇത്തിരി കടകൾ വെട്ടി വെച്ച് ഷവർമ, ഷവായി, അൽഫഹം, ചുട്ട കോഴി ഇതൊക്കെയല്ലേ ആഹാരം. അതങ്ങനെ ആയിരിക്കും, ആവാൻ വഴിയില്ല. എന്തോ വാക്കല്ലാതെ അവന് തറമുട്ട് പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പിന്നെന്താ. ഭക്ഷണപ്രിയരായിരുന്നു അല്ലേ? ഭക്ഷണപ്രിയ ഇവിടെ നമ്മൾ ഈ സംഭവത്തോട് വേണം അറിയുന്നു. അല്ലാതെ അതിനെക്കുറിച്ച് നല്ല ബോഡി, അവൻ്റെ ഇളയ പയ്യൻ, മരണപ്പെട്ട പയ്യൻ, അതിനേക്കാൾ നല്ല ബോഡി. 14 വയസ്സെങ്കിലും നല്ല ബോഡിയാണ്. അതേപോലെ 4 കുട്ടികളോട് ചേർത്ത് വെക്കത്തക്ക ബോഡിയുണ്ട് കുട്ടിക്ക്. പക്ഷെ അവനത് ചെയ്യുമോ? ചെയ്യാൻ അവൻ എങ്ങനെ മനസ്സ് വന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയാണ്ടത്. പത്രക്കാർ പറഞ്ഞ അവൻ സ്വയം ശിക്ഷ നടപ്പാക്കുന്നതാണ് പറഞ്ഞത്. കാരണം അവൻ തന്നെ ജീവിതത്തിലാണ് പറയാൻ ശ്രമിക്കുന്നത് അല്ലേ? എന്തോ അതിനെക്കുറിച്ച് നമുക്കതിനെക്കുറിച്ച് വ്യക്തമല്ല. നീ എങ്ങനെയായിരുന്നാലും അത് അവൻ ഒരു ഭാഗം പറയുന്നു ജീവിച്ചിരിക്കേണ്ടവനല്ല. പിന്നെ നിയമത്തിൻ്റെ വഴി കൂടെ പോയല്ലോ. അവർക്കൊക്കെ കേസും എല്ലാം കണ്ടെത്തിയില്ലേ പറ്റൂ. അവർക്ക് നിയമം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 2 കുറ്റപത്രം സമർപ്പിച്ചില്ലേ? നീ 2 കൊടുക്കാറുണ്ട്, നീ ഒന്നുകൂടെ കൊടുക്കാറുണ്ട്. ഇവൻ ചെറുപ്പം മുതലേ കാണുന്ന അഫാനെ. പിന്നെ പക്ഷേ ഈ പുള്ളി ഇപ്പൊ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അതെങ്ങനെ വരണത്? ഈ വന്നാൽ ഇവിടെ വിട്ടാൽ ഇനി വന്നാൽ അതും ഒരു ചോദ്യചിഹ്നമാണ്. കയ്യിൽ നിന്ന് പോയി. അല്ല, ഇവൻ കൊലപ്പെടുത്തിയ 5 പേർക്ക് ജീവിക്കാൻ ഒരു അവകാശം ഉണ്ടായിരുന്നല്ലോ അല്ലേ? അത് നമുക്ക് നിഷേധിക്കാൻ പറ്റത്തില്ല. ഇല്ല. അപ്പം പുള്ളി ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു പറഞ്ഞാൽ എന്താണ് കുഞ്ഞിനെ പോലെ കണ്ടെന്നുള്ള കാണുന്ന അഭിപ്രായം? ജീവിതത്തിലേക്ക് നീ തിരിച്ചു വന്നാൽ ഞാനിതിനെക്കുറിച്ച് മറുപടി പറയേണ്ടവനല്ല. കാരണം ജീവിതത്തിൽ നീ തിരിച്ചു വന്നാൽ എന്ത്, വന്നില്ലെങ്കിൽ എന്തെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.